ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. നമുക്കിതിന്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. ഓപ്ഷൻ എ കുമാരനാശാൻ. 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി KM മുൻഷി. ആൻസർ ഓപ്ഷൻ എ. 3. ക്വസ്റ്റ്യൻ, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? അനുച്ഛേദം 338B. ആൻസർ ഓപ്ഷൻ എ. 4. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാംപത്ത് സമരം, പുന്നപ്ര വയലാർ സമരം. ആൻസർ ഓപ്ഷൻ എ. 5. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്നത് വെല്ലൂർ കലാപം. ഓപ്ഷൻ സി. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പ്. ആൻസർ ഓപ്ഷൻ എ. 7ാമത്തെ ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 21A. ആൻസർ ഓപ്ഷൻ സി. 8ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? യുണൈറ്റഡ് കിങ്ഡം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം. 9ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വാർത്താവിനിമയം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. ആൻസർ ഓപ്ഷൻ സി. 11. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ. ഓപ്ഷൻ ബി DK കാർവേ. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ ബി മറാത്തി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യർ. ഓപ്ഷൻ സി. 14ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം റഷ്യയിൽ നിന്ന്. ഓപ്ഷൻ ബി റഷ്യ. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഓപ്ഷൻ സി. 17. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ 1 തവണ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ മൈസൂർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഓപ്ഷൻ സി വിഴിഞ്ഞം. 21ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1.
1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. 2. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. 3. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. 4. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വരുന്നു. ഏതൊക്കെ ശരിയായിട്ടുള്ളത്? 1, 3, 4. ഓപ്ഷൻ സി. 22ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയ. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എ. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ബി. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. സി. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. തെറ്റായത് ഓപ്ഷൻ ഡി, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെ കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണം. ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ മരണം. 25. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. എ. പള്ളിവാസൽ ഇടുക്കി. ബി. ഷോളയാർ പാലക്കാട്. സി. കുറ്റ്യാടി കോഴിക്കോട്. ഡി. കല്ലട കൊല്ലം. ചേരാത്ത ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി, ഷോളയാർ പാലക്കാട്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ആറളം. ഓപ്ഷൻ ഡി, ആറളം. 27. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഓപ്ഷൻ ബി, ഇരവികുളം ദേശീയോദ്യാനം. 28ാമത്തെ ക്വസ്റ്റ്യൻ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുടെ പേരുമാണ് തെറ്റായിട്ടുള്ളത്. ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേൽ. ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗേൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 29. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, ഇറാൻ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 31. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 1 ത്രിപുര, 2 ഉത്തരാഖണ്ഡ്, 3 ഗുജറാത്ത്, 4 സിക്കിം, 5 മധ്യപ്രദേശ്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഓപ്ഷൻ സി, 3, 5 മാത്രം. ഗുജറാത്ത്, മധ്യപ്രദേശ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരയിലാണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആരവല്ലിയുമായിട്ട് ബന്ധമില്ലാത്തത്. 33. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം വടക്കൻ സിർക്കാസ് തീരം. ഓപ്ഷൻ എ, വടക്കൻ സിർക്കാസ് തീരം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക.
ഒന്ന് ബേപ്പൂർ കോഴിക്കോട്, 2 മുനമ്പം എറണാകുളം, 3 ശക്തികുളങ്ങര ആലപ്പുഴ, 4 തോപ്പുംപടി തൃശൂർ, 5 അഴീക്കൽ കൊല്ലം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, അഴീക്കൽ കൊല്ലം. 1, 2, 5. ഓപ്ഷൻ ഡി. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എം ശ്രീശങ്കർ അത്ലറ്റിക്സ് ആണ്. ഓപ്ഷൻ ബി അത്ലറ്റിക്സ്. 36. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ ഡി. 37ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. 38. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓപ്ഷൻ എ. 39ാമത്തെ ക്വസ്റ്റ്യൻ. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ സി. UN സെക്രട്ടറി ജനറൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ്. 1, 2. ഓപ്ഷൻ എ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78. ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 42ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത്. അഷ്ടമുടിക്കായൽ. ഓപ്ഷൻ സി. അഷ്ടമുടിക്കായലാണ് കൂട്ടത്തിൽ ചേരാത്തത്. 43. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 43. ഓപ്ഷൻ ബി. 44. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ഓപ്ഷൻ സി. 45. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി. ഇന്ത്യ. 46. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. ഓപ്ഷൻ ഡി. പാരീസ്. 47. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന. ഓപ്ഷൻ സി. 47. ഓപ്ഷൻ സി. 48. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ. ഓപ്ഷൻ എ. അല്ലു അർജുൻ. 49. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം? ദഹനം സുഗമമാക്കാൻ. ഓപ്ഷൻ സി. ദഹനം സുഗമമാക്കാൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ആൻസർ ഓപ്ഷൻ എ. 51.
ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ ബി. 52. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ ബി മാലിക് ആസിഡ്. 53. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ചോദിച്ചിരിക്കുന്നത്. മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകുമാണ്. ഓപ്ഷൻ സി 2, 3 ശരി. 54-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി അപര്യാപ്തത രോഗങ്ങളാണ്. ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ. 55. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ചെറുധാന്യ വർഷം, ചെറുധാന്യങ്ങൾ. ഓപ്ഷൻ ഡി. 56. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? സങ്കര ഇനം നെല്ലിനങ്ങൾ പവിത്ര, അന്നപൂർണ. ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. 57. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതല്ല? 1 കാൽസ്യം, 2 സോഡിയം, 3 ഫോസ്ഫറസ്, 4 അയഡിൻ. ഏതൊക്കെയാണ് കാൽസ്യവും ഫോസ്ഫറസും? 1, 3. ഓപ്ഷൻ എ. 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോട്. 60-ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. 1. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. 2. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. 4. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. 4-ാമത്തെയാണ് ശരിയല്ലാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി. 61-ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 2. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. 3. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. 4. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉം. 62-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് ഗലീന, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി സിങ്ക് ഗലീന. 63. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ആകെ ഷെല്ലുകളുടെ എണ്ണം 3. ഓപ്ഷൻ എ. 64. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐക്യുമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ്. 65. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയെല്ലാം ആശ്രയിക്കുന്നു? 1. ഉയരം,
2 മാസ്, 3 പ്രവേഗം, 4 ഗുരുത്വാകർഷണ ബലം. എന്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്? മാസും പ്രവേഗവും, 2ഉം 3ഉം. ഓപ്ഷൻ സി. 66. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ഓപ്ഷൻ ഡി. 67. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്താണ് ചോദിച്ചേക്കുന്നത്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 68ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 1. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 2. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. 3. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. 4. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. 1ഉം 4ഉം. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഓഗസ്റ്റിൽ EG5.1 അഥവാ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. 2023 ഓഗസ്റ്റിൽ EG5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. 70ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം. 71. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു. ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. ഓപ്ഷൻ എ ബാക്ടീരിയ. 72. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? 1 മഞ്ഞപ്പിത്തം, 2 മന്ത്, 3 മീസൽസ്, 4 മലമ്പനി. ഏതൊക്കെയാണ്? മന്തും മലമ്പനിയും. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി 2, 4. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ. ഓപ്ഷൻ എ ഹൃദയം. 74. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത്? അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെയാണ്? ഓപ്ഷൻ സി ആസാം. 75ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഡയേറിയ, ബാക്ടീരിയ എന്നുള്ളതാണ്. ബാക്കി 3ഉം തെറ്റാണ്. 75 ഓപ്ഷൻ ഡി. 76ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1 ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമം ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. 2 പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. 3 അണുബാധ. 4 ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയായിട്ടുള്ളതാണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ വാക്സിനുകളെല്ലാം കുത്തിവയ്പിലൂടെ നൽകുന്നവയാണ്. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ എ. 77 ഓപ്ഷൻ എ. 78ാമത്തെ ക്വസ്റ്റ്യൻ. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കണ്ണ്. 79. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1 സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. 2 ശരീര നിർമ്മിതിക്കും
വളർച്ചയ്ക്കും സഹായിക്കുന്നു. 3 ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 ഊർജോൽപാദനത്തിന് സഹായിക്കുന്നു. ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ. 79 ഓപ്ഷൻ എ. 80 ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഓപ്ഷൻ ബി. 81 കൂട്ടത്തിൽ പെടാത്താണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി. 5/8 ആണ്. 82 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? 45. ഓപ്ഷൻ ബി. 83 താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? 121. ഓപ്ഷൻ സി. 84 ഈ ശ്രേണിയിലെ അടുത്ത പദമാണ് കണ്ടെത്തേണ്ടത്. KMN. ഓപ്ഷൻ ബി. 85 ഒറ്റയാനെ കണ്ടെത്താനാണ്. 8.8:33. ഓപ്ഷൻ എ. 86 32 സ്ക്വയർ 1024 ആയാൽ 0.001024 വർഗമൂലം എത്ര? ആൻസർ ഓപ്ഷൻ 0.032. ഓപ്ഷൻ ബി. 0.032. 87 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം 6. ഓപ്ഷൻ എ. 88 3 + 6 + 9 + etc. + 180 എത്ര? 5490. ഓപ്ഷൻ എ. 89 ആൻസർ ഓപ്ഷൻ ഡി. 35.803. ഓപ്ഷൻ ഡി. 90 എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. 8:3. ഓപ്ഷൻ ബി ആണ് ആൻസർ. 8:3. 91 അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? 9. ഓപ്ഷൻ സി. 9. 92 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 246. ഓപ്ഷൻ ബി. 93 സൺ എന്ന വാക്കിന് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻ എ ഓപ്ഷൻ എ OQDFMO. 94 1/5 + 1/5² + 1/5³ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്? 0.248. ആൻസർ ഓപ്ഷൻ എ. 95 2/3 × 3/2, 2/2 × 3/3 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? 216. ഓപ്ഷൻ സി. 96 ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 22.5 കിലോമീറ്റർ. ഓപ്ഷൻ സി. 22.5 കിലോമീറ്റർ. 97 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 8 വർഷം. ഓപ്ഷൻ ഡി. 98 ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6-ാം ദിവസത്തെ കൂലി എത്ര? 840. ഓപ്ഷൻ ഡി. 99 ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? 120. ഓപ്ഷൻ എ. 100
ആൻസർ ഓപ്ഷൻ ബി 5 ആണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ഉടൻ കാണാം. ബൈ.